ബാ ഇറങ്ങാം. ഇവ കൊണ്ട് നോക്കിയേ, ഇറങ്ങി വാ, രണ്ടുപേരും വാ. ഇല്ലമ്മേ, ഇത് കൊണ്ടോ. നമ്മുടെ കാപ്പി അറിയില്ലേ? ഹലോ, ഗുഡ് ഈവനിങ്. ഇത് നമ്മുടെ സാറ്റർഡേ ഈവനിങ്ങിലെ ബ്ലോഗാണേ. അതായത് ഈവനിങ്ങിൽ ഞങ്ങൾക്ക് സാധനം മേടിക്കാൻ വെളിയിൽ പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് താഴെ ഇറങ്ങി ചെന്നപ്പം തീ നിൽക്കുന്നത് ഒരു ആര്യവേപ്പിൻ്റെ മരം കേട്ടോ. ഈ ആര്യവേപ്പിൻ്റെ മരത്തിന് ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് നേരത്തെ 2-2.5 വർഷമായിട്ട് മനസ്സിലാക്കിയില്ല. ഇപ്പോഴാണ് ഈ ആര്യവേപ്പിന് ഇത്ര ഭംഗിയുണ്ടെന്നും എന്നാൽ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് പോയേക്കാമെന്നും കരുതി അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞങ്ങളെല്ലാവരും കൂടെയാണേ പോയത്. വേറെ എവിടെ, നമ്മുടെ ലുലുവിലോട്ട്. ഇപ്പോൾ പോകാനുള്ള മെയിൻ റീസൺ ദേവമോളാണ് കേട്ടോ. അയ്യോ നോക്കിക്കേ, ഞങ്ങളുടെ ട്രെയിൻ അങ്ങ് മിസ്സായിപ്പോയി. മോനെ അത് പിന്നെ മേടിക്കാം മോനെ. എന്ത് ചെയ്യാം, ഞാൻ വീണ്ടും പോയി അമ്മേ ലബുബ് വേണം, അമ്മേ ലബുബ് വേണമെന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എന്ത് സാധനമാണോ ആവോ. അങ്ങനെ ഞാൻ അവിടെ ഉള്ള ഏറ്റവും ചെറിയൊരു സാധനം മേടിച്ചു വെച്ചു. പിന്നീടാണ് അറിയുന്നത് ഇതെന്തോ ഒരു മോൺസ്റ്ററാണ്. ഇവിടെയുള്ള മോൺസ്റ്ററുകൾ പോരാഞ്ഞിട്ടാണോ ദേവ് ഇനി പുതിയൊരു മോൺസ്റ്ററിനെ കൂടെ കൂട്ടുകൂടി. ഞാൻ പറഞ്ഞില്ലേ ദേവ്മോളാണ് ലുലു പോകാനുള്ള മെയിൻ റീസൺ എന്ന്. അതായത് മോൾ ഡ്രോയിങ് പഠിക്കുന്നുണ്ട്, ഓൺലൈനിലാണ് കേട്ടോ. ഏതോ ഒരു പെൻസിൽ വേണമെന്ന് പറഞ്ഞു, 4B or 6B അങ്ങനെ എന്തോ ഒരു പെൻസിൽ. അത് തപ്പി ഞങ്ങൾ ഇറങ്ങിയതാണ് ലുലുവിൽ. അപ്പോൾ പിന്നെ വീട്ടിലോട്ടുള്ള സാധനം കൂടി മേടിക്കാം. അങ്ങനെ 2 കാര്യം നടക്കില്ലേ. എവിടെ ചെന്നാലും ലബുബും പൊക്കിക്കൊണ്ടാണ് വരുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ഉണ്ണിച്ചേട്ടൻ്റെ ഷോയിൽ പൈസയാണ്. അപ്പോൾ അമ്മമ്മ പറയുന്നുണ്ട് മതി മോനെ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിടിച്ച് ഞങ്ങൾ നേരെ താഴോട്ട് പോയി. നമ്മുടെ അക്കേരത്തിൽ നമ്മുടെ ഷാർക്കിനെ കാണാൻ നമുക്ക് എന്ത് ആഘോഷം അല്ലേ. അതുകൊണ്ട് നേരെ ഞങ്ങൾ ചെന്ന് ഷാർക്കിനെ കണ്ട് ഹായ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഉണ്ണി പറയുക എനിക്കിനി നടക്കാനൊന്നും പറ്റില്ല, ഞാൻ ഇതിനകത്തെങ്ങാനും കയറിയിരിക്കാം എന്നാണ് ഒരിക്കലും പറയില്ല. ഞാൻ പറഞ്ഞു ഉണ്ണിമോനെ അതിനകത്തെങ്ങാനും കയറിയിരിക്കുക, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, അല്ലെങ്കിൽ വെകളി പിടിച്ച് അവിടെ ഓടുന്നു ഇവിടെ ഓടുന്നു. അതെ, പാത്രങ്ങൾ സെക്ഷനിൽ പോയി നോക്കുന്നതിന് നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ആ സെക്ഷനിലെ എല്ലാ സാധനങ്ങളും പോയി നോക്കി. അതിലും കൺഫ്യൂഷനായിരുന്നു ഉണ്ണിക്കുട്ടനും ദേവി ചേച്ചിക്കും ഏത് മുട്ടായി എടുക്കണമെന്നുള്ളത്. അങ്ങനെ അവർ കൺഫ്യൂഷനൊക്കെ തീർത്ത് അവർക്ക് വേണ്ടതൊക്കെ എടുത്ത് നമ്മൾ അവിടുത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലടിച്ച് വെളിയിൽ ചാടിയപ്പോൾ ഞാൻ പണ്ടൊരു ഓഫർ കൊടുത്തായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെയാണല്ലോ, ഓഫറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പാലിക്കണം. കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോകാനായിട്ട് ലിഫ്റ്റ് കയറിയപ്പോൾ നല്ല ഓർമ്മയായിട്ട് ഞാൻ നേരെ ചെന്നത് 3ാമത്തെ നിലയിലാണ്. അവിടെ 2 ചേട്ടന്മാർ വെറുതെ ഇരിക്കുന്നത്. അവർ തന്നെ ഇരിക്കാമെന്ന് അവർക്ക് ചേട്ടനെ കൂട്ടിരിക്കാമെന്ന് പറഞ്ഞ് ഉണ്ണിയും ദേവും അച്ഛമ്മയും കൂടി അവിടെ തന്നെ നിന്ന്. അങ്ങനെ എന്നാൽ ലിഫ്റ്റിലോട്ട് കയറി 2nd ഫ്ലോറിൽ ഫുഡ് കോർട്ടിലോട്ട് ചെല്ലാലോ എന്ന് കരുതി നോക്കിയപ്പോൾ ഉണ്ണിക്കുട്ടൻ കണ്ടുപിടിച്ചു ഫണ്ടാസ്മോ. അമ്മ എനിക്ക് ഫണ്ടാസ്മോ പോകണമെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത വഴക്ക്. ഞാൻ പറഞ്ഞു ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, രാത്രി ഇനി ഇവിടെ ആരും കയറ്റത്തില്ല, നമുക്ക് അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞാൽ ഒരുവിധം ഉണ്ണിക്കുട്ടനെ പറഞ്ഞു പറ്റിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു. ഉണ്ണിക്കുട്ടൻ ഒട്ടും ഏൽക്കുന്നില്ല. ഞാൻ പിന്നെ എന്തൊക്കെയോ കഥകൾ അപ്പം കൈ കിട്ടിയതെല്ലാം കൂടി എറിഞ്ഞ് ഒരുവിധം ഉണ്ണിക്കുട്ടനെ സെറ്റാക്കി ലിഫ്റ്റ് പിടിച്ച് ഞങ്ങൾ 2nd ഫ്ലോറിലെത്തി. അതെ, 2nd ഫ്ലോറിലാണല്ലോ കുക്കു. അവിടുന്ന് ബർഗർ മേടിച്ചു തരാമെന്നുള്ള വാക്കാണ് ഞാൻ ഏറ്റിരുന്നത്. അങ്ങനെ അതിനെല്ലാം ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേവി ചേച്ചി പറഞ്ഞു അമ്മേ ഇത് അൺബോക്സ് ചെയ്താലോ. അങ്ങനെ ഭയങ്കര ഹാപ്പി അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ. ഇതൊക്കെ എന്താണോ പിള്ളേരുടെ ഓരോ ക്രൈസ് അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി എന്തെല്ലാം പരിപാടികളാണോ. എന്തായാലും ഉണ്ണിക്കുട്ടനോർത്ത് അത് എന്തോ കഴിക്കുന്ന സാധനമാണെന്ന് നക്കി നോക്കി. അപ്പോൾ ദേവ് പറഞ്ഞു ഉണ്ണി ഇത് കഴിക്കുന്ന സാധനമല്ല ഉണ്ണി, ഇത് ലബൂബുവാന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ ഒന്ന് നോക്കട്ടെ ഇത് എന്താണ് സംഭവം. ഞാൻ കുറേ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. എന്തോ എൻ്റെ കുട്ടിക്കാലത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നോ ആവോ, അതോ എനിക്ക് ശേഷമാണ് ഇവരൊക്കെ ജനിച്ചത്, എന്തായാലും എനിക്കറിയത്തില്ല. പിന്നെ വേറെ ആരാണ്ട് പേരൊക്കെ പറയുന്നത് വിഗ്ലിയോ അങ്ങനെ കുറേ പേരുണ്ട് ഈ വീട്ടിൽ ഉള്ളതാട്ടെ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഞങ്ങളാണെങ്കിൽ കുക്കുവിലെ ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മേളിൽ ഫുഡ് കോർട്ടിൽ പോയത്. അച്ഛമ്മയാണെങ്കിൽ ഒരു ഷവർമയും കഴിച്ചു. അമ്മമ്മയ്ക്ക് നല്ല ചുമയാണ്, ക്ലൈമറ്റ് പെട്ടെന്ന് മാറിയതിൻ്റെ ആകണം. അമ്മമ്മ അതുകൊണ്ട് ജ്യൂസ് കുടിച്ചില്ല, അമ്മമ്മ കോഫിയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അച്ഛമ്മയ്ക്ക് സ്പെഷ്യൽ ലൈസൻസ് ഉള്ളതുകൊണ്ട് അച്ഛമ്മ പറഞ്ഞു ഇതിൻ്റെ കാര്യം ആരും നോക്കണ്ട, ഞാനിത് മാനേജ് ചെയ്തോളാം, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ വണ്ടി കണ്ടുപിടിച്ചോളാം പറഞ്ഞു. ഞാൻ ആരാ മോള്, എനിക്ക് ഭയങ്കര ഓർമ്മശക്തി ആയതുകൊണ്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തപ്പോഴേ തന്നെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് ഇങ്ങെത്തി. വീട്ടിലെത്തുന്നതിനെക്കാട്ടും വലിയ ടാസ്ക്കാണല്ലോ സാധനങ്ങൾ താഴെ നിന്ന് മേളിലെത്തിക്കുക എന്നുള്ളത്. പിന്നെ ഈ ഉണ്ണിച്ചേട്ടനുണ്ടല്ലോ അവിടെ വെച്ച് ബർഗർ കഴിച്ചില്ല. ഉണ്ണിച്ചേട്ടൻ്റെ ബർഗറും പൊതിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കൊണ്ട് 900 പൈസയായിരുന്നു കേട്ടോ, ഭയങ്കര ബിഗ്ഗായിരുന്നു. ഉണ്ണി അതിനകത്ത് ചിക്കൻ പീസ് മാത്രമേ കഴിച്ചുള്ളൂ, ബാക്കി ബർഗറും ഞങ്ങൾ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ കളയാൻ പറ്റുമോ? ഓക്കെ അപ്പോൾ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.